ഹലോ, വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ സാരിയൊക്കെ എടുത്തിട്ട് ഒരു സുന്ദരിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. എന്താണ് ഇന്നത്തെ വീഡിയോ എന്നുള്ളത്? ഇന്നൊരു സിൽക്ക് സാരി എങ്ങനെ ഉടുക്കാന്നുള്ളതാണ്. എങ്ങനെ ഉടുക്കാന്ന് വെച്ചാല് എങ്ങനെ നല്ല ഷേപ്പ് ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും അധികം തടിയൊന്നും തോന്നിക്കാത്ത രീതിയിൽ ഒതുക്കിയിട്ട് എങ്ങനെ ഉടുക്കാന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ ഇതിനു മുന്നേ എന്റെ ഒരു സാരി ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ സൈഡിൽ നല്ലൊരു റിയാക്ഷൻ ആണ് എനിക്ക് കിട്ടിയത്. അപ്പൊ കാണാത്തവർ താഴെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ സിൽക്ക് സാരി ട്യൂട്ടോറിയൽ ആണ്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നിട്ട് മാത്രം വീഡിയോ കാണാം. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന സിൽക്ക് സാരി ഞാൻ എന്റെ കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് പറഞ്ഞ ആ ഒരു സാരി ട്യൂട്ടോറിയൽ ഉണ്ടല്ലോ, അതിൽ ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിട്ടിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഞാൻ കരുതി സാരിയൊക്കെ ഉടുക്കാൻ പോകുന്നവര് അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെങ്കിലും അറിഞ്ഞിട്ടായിരിക്കും ഇടുന്നതെന്ന് വിചാരിച്ചത്. അപ്പൊ കുറച്ച് പേര് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്താ വിട്ട് കളഞ്ഞ്. അതില് മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്കേർട്ട് ഏത് സൈഡിലാണ് ടൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്ലീറ്റ്സ് എടുക്കുന്നത്. ഞാൻ അയൺ ചെയ്തിട്ട് ഓൾറെഡി വെച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പൊ അതൊന്നും എന്താ കാണിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ ട്യൂട്ടോറിയൽ എന്നുള്ളതിൽ സിൽക്ക് സാരിയാണ് എങ്ങനെയാണ് നല്ല ഒതുക്കത്തില് നല്ല ഷേപ്പിൽ എങ്ങനെയാണ് ഉടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെങ്കില് അതിന്റെ കൂടെ തന്നെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഈ സ്കേർട്ട് ഞാൻ എവിടെയാണ് ഇട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ പ്ലീറ്റ്സ് എങ്ങനെയാണ് എടുക്കാറ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്കേർട്ട് ഞാൻ ഇവിടെ ഇട്ടത് എന്റെ സാരിയുടെ ഒരു പീകോക്ക് ഗ്രീൻ കളറിലാണ് ഉള്ളത്. അപ്പൊ ആ ഒരു ഷെയ്ഡിലുള്ള സ്കേർട്ട് ഇട്ടിട്ട് എന്റെ റൈറ്റ് സൈഡിലാണ് ഞാൻ ടൈ ചെയ്തിട്ടുള്ളത്. ടൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സൈഡിലുള്ള നമ്മുടെ ആ ഒരു ചുരുക്ക് വരുമല്ലോ, ആ ചുരുക്കൊക്കെ ഒരു രണ്ട് സൈഡിലേക്കായിട്ട് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ആയിട്ട് എപ്പോഴും നീക്കി കൊടുക്കുക. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും ക്ലീൻ ആക്കിയിട്ട് നീറ്റ് ആയിട്ട് വെക്കുക. ഇവിടെ അധികം ചുരുക്ക് വരാത്ത രീതിയിൽ തന്നെ എപ്പോഴും വെക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. അതിനുശേഷം പിന്നെ നമ്മൾ ലെങ്ത് ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും സ്കേർട്ട് താഴെ മുട്ടാൻ പാടില്ല. എപ്പോഴും നമ്മുടെ ഒരു ആംഗിൾ ലെങ്ത്തിലായിരിക്കണം സ്കേർട്ട് ഉണ്ടാവേണ്ടത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഹീലിന്റെ ചപ്പലാണ് ഇടുന്നതെങ്കിൽ എപ്പോഴും അത് ഇട്ടിട്ട് മാത്രം നമ്മൾ സാരി എടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക. ഇത്രയാണ് നമ്മൾ സ്കേർട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതിനുശേഷം നമ്മൾ ഇനി സാരിയിലേക്ക് വരുമ്പോൾ സാരി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ നിവർക്കുന്ന സമയത്ത് ഞാനിപ്പോ ഇവിടെ ചെണ്ട് കെട്ടിയിട്ടുള്ള ചെണ്ട് ഞാൻ കെട്ടിച്ചിട്ടുണ്ട്. ഞാൻ അത് അവിടുന്ന് കടയിൽ നിന്ന് തന്നെ കെട്ടിയതായിരുന്നു. ഇത് ഞാൻ എവിടുന്നാ വാങ്ങിയെന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നു ഞാൻ കോഴിക്കോട് ജയലക്ഷ്മി എന്നാണ് ഈ സാരി എടുത്തത്. അപ്പൊ അതിന് ഫോളും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് സാരി ഈ സിൽക്ക് സാരിക്കൊക്കെ ഫോള് വെക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. കാരണം കുറച്ചൊരു വെയിറ്റില് താഴേക്ക് നിൽക്കും, അടിഭാഗം ഒന്നും ഇങ്ങനെ മടങ്ങിയിട്ട് കേറില്ല. അപ്പൊ ഇവിടെ ഞാൻ ഇത് കണ്ടോ, ഇതിന് ഫോള് വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫോള് വെച്ചോണ്ടും അതുപോലെ തന്നെ ഈ ചെണ്ട് കെട്ടിയോണ്ടും അറിയാം ഏത് ഭാഗമാണ് മുന്താണി ഭാഗമായിട്ട് ഏത് ഭാഗമാണ് പോവുക, അതുപോലെ അടിയിലേക്ക് ഏത് ഭാഗമാണ് പോവുക എന്നുള്ളതൊക്കെ മനസ്സിലാവും. അങ്ങനെയല്ല അതൊന്നും ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഈ സാരിയുടെ ഡിസൈൻ നോക്കിയിട്ടാണ് നമ്മൾ സാരിയുടെ അടിഭാഗം ഏതാണ് മോൾഭാഗം ഏതാണെന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ ഫസ്റ്റ് എൻഡ് കിട്ടിയിട്ടുണ്ട്. ആ എൻഡ് ഞാൻ റൈറ്റ് സൈഡിലാണ് ടക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇത് ടക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും, ഞാൻ പറയാറുണ്ട്, കഴിഞ്ഞ സാരി ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നീറ്റ് ആയിട്ട് ടക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇവിടെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊന്തി നിൽക്കാത്ത രീതിയിൽ നീറ്റായിട്ട് ടക്ക് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് നമ്മുടെ റൊട്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നോർമൽ ചെയ്യുന്ന കാര്യം തന്നെയാണ്. ഇതിന്റെ നമ്മുടെ ലാസ്റ്റ് ഓപ്പോസിറ്റ് എൻഡിലേക്ക് നമ്മൾ പോവാണ്. ഇതാണ് നമ്മുടെ മുന്താണി. അപ്പൊ ഈ മുന്താണി അടക്കം പിടിച്ചിട്ട് നമ്മൾ അടുത്ത റൊട്ടേഷൻ എടുക്കാണ്. അപ്പോ ഈ ഒരു റൊട്ടേഷൻ വരുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഇവിടുന്ന് പോകുന്ന അതേ സൈഡിൽ തന്നെ നമുക്ക് ഇപ്പുറം കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മുടെ സാരി അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങി പോകരുത്. അപ്പൊ അതേ രീതിയിൽ തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എടുത്തതിന് ശേഷം മുന്താണി ജസ്റ്റ് നമ്മൾ ബാക്കിലേക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പൊ മുന്താണി നമ്മൾ ഇവിടെ വെച്ചതിന് ശേഷം ബാക്കിൽ നമ്മുടെ ലെങ്ത് നോക്കുക. നമുക്ക് എത്രയാണോ ലെങ്ത് ആവശ്യം അതിനനുസരിച്ചിട്ട് മുന്താണി ബാക്കിലേക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ആ അതേ ഒരു രീതിയിൽ എടുത്തിട്ട് ബാക്കിലൂടെ ഇങ്ങനെ പിടിച്ചിട്ട് മുന്നോട്ട് ഇങ്ങനെ എടുക്കുക. അപ്പൊ ഈ മുന്താണി ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. നമ്മൾ അടുത്തത് മുന്താണിയിലേക്കാണ് പോകുന്നത്.
അപ്പോൾ ഇത് ഇവിടെ ജസ്റ്റ് ഒന്ന് എന്താ ഒരു പിന്ന് കൊടുക്കോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് ടക്ക് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ലെങ്ത് ഇവിടുന്ന് മാറില്ല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുന്താണിയുടെ പ്ലീറ്റ്സ് എടുക്കലാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ വീഡിയോയിൽ ഞാനത് കാണിച്ചു തരാൻ പോവാണ് എങ്ങനെയാണ് ഞാൻ പ്ലീറ്റ്സ് എടുക്കുന്നുള്ളത്. ഇന്ന് ഞാൻ അയൺ ഒന്നും ചെയ്യുന്നില്ല. എങ്ങനെയാണ് അയൺ ചെയ്യാതെ തന്നെ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് പ്ലീറ്റ് എടുക്കാന്നുള്ളതാണ് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പൊ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നമ്മൾ ഇങ്ങോട്ട് കൊടുത്തതിന്റെ ആ ഒരു എൻഡ് നമ്മൾ എടുത്തിട്ട് ഓപ്പോസിറ്റ് എൻഡിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ ഈ ഒരു 2 ഫിംഗേഴ്സിന് ഇവിടെ പിടിച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ ഇൻഡെക്സ് ഫിംഗർ ആണ് നമ്മൾ മുന്നോട്ടേക്ക് കൊടുക്കുന്നത്. എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻഡെക്സ് ഫിംഗർ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് നല്ല രീതിയിൽ ഇങ്ങനെ എടുത്ത് കൊണ്ടുവരാം. അപ്പൊ ഇത് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് പിടിച്ച പ്ലീറ്റിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ നെക്സ്റ്റ് എടുക്കുന്ന എല്ലാ പ്ലീറ്റ്സും വരേണ്ടത്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് എന്തായാലും ലാസ്റ്റ് പ്ലീറ്റ് ഈ ഭാഗത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ ഇത് ഇവിടെ എത്തുന്നില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഈ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. കാരണം ഈ പിടിക്കുന്നതൊന്നും വലിയൊരു കാര്യമുള്ള കാര്യമല്ല. നമുക്ക് ലാസ്റ്റ് എടുത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ കിട്ടും. അപ്പൊ ഇപ്പം ജസ്റ്റ് നമുക്ക് പ്ലീറ്റ്സ് ആവുന്ന രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഞാനൊരു സേഫ്റ്റി പിന്ന് കൊടുക്കാൻ പോവാണ്. അപ്പൊ ഈ ഒരു പിന്ന് നമ്മൾ ഇവിടെ സെക്യൂർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മൾ നേരത്തെ ആ ഒരു ലെങ്ത് നോക്കിയതുപോലെ തന്നെ ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ഷോൾഡറിൽ വെച്ചിട്ട് ലെങ്ത് നോക്കുക. അപ്പൊ ലെങ്ത് നോക്കിയിട്ട് നമുക്ക് എത്ര വരെയാണോ ലെങ്ത് വേണ്ടത്, മുന്താണിക്ക് എപ്പോഴും കുറച്ച് ലെങ്ത് ഉള്ളത് നല്ലതാണ്. അപ്പൊ ആ ലെങ്ത് നോക്കിയതിന് ശേഷം എവിടെയാണോ നിങ്ങൾ പിന്ന് കുത്താറ് അവിടെ ജസ്റ്റ് ഒരു സാരിക്കൊരു നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നത് പോലെ ഒരു പിന്നങ്ങ് വെച്ചു കൊടുക്കുക. അതിനുശേഷം പ്ലീറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും എത്ര വരെയാണ് നമ്മൾ പ്ലീറ്റ് എടുത്തിട്ട് വരേണ്ടത് എന്നുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാരി ഉടുക്കുമ്പോൾ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണെങ്കിൽ പ്ലീറ്റ്സ് എടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. എങ്ങനെയാന്ന് വെച്ചാല് ഈ സാരിയിൽ നമ്മൾ ഈ പിന്ന് കുത്തിയ ഭാഗം ഉണ്ടല്ലോ അത് അവരോട് ഒന്ന് പിടിക്കാൻ പറയാം. അതിനുശേഷം നമ്മൾ 2 കൈ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്തെടുത്ത് താഴേക്ക് പോവാം. ഇനി അങ്ങനെയല്ല നമ്മൾ ഒറ്റക്കാണെങ്കിൽ സാരി ഉടുക്കുന്നെങ്കിൽ അതും എളുപ്പം തന്നെയാണ്, വലിയൊരു പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഒരു അറ്റം നമുക്ക് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റണം. ഒന്നുകിൽ നമ്മുടെ കേർട്ടൺ റോഡിന് വേണമെങ്കിൽ ഫിറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഹാങ്ങറിൽ വേണമെങ്കിൽ എങ്ങനെയെങ്കിലും പിന്ന് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്തെടുത്ത് താഴേക്ക് പോവാം. ഇത് അവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. നമുക്ക് നല്ല ടൈറ്റിൽ താഴോട്ടേക്ക് എടുത്തെടുത്ത് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ എന്റെ ബെഡിന്റെ മോസ്കിറ്റോ നെറ്റ് ഇടുന്ന പാലയുടെ മുകളിലാണ് എന്റെ മുന്താണി ഞാനിവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഞാനിവിടെ എന്താ സെക്യൂർഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിപ്പോ കാണുമ്പോൾ തന്നെ ആ ഒരു അതിനനുസരിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇത് എത്ര വലിച്ചാലും താഴേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇനി നമ്മൾ ഇതിനനുസരിച്ചിട്ട് നമ്മളെ പ്ലീറ്റിംഗ് ഇങ്ങനെ താഴോട്ടേക്ക് എടുക്കുക. ഇതിന്റെ ഉള്ളിൽ നിന്ന് അതിനനുസരിച്ചിട്ട് എടുത്തെടുത്ത് താഴേക്ക് പോവുക. വളരെ എളുപ്പമാണ്. നിങ്ങൾ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ എപ്പോഴും ഇത് തന്നെ ചെയ്യും. അപ്പൊ ഇങ്ങനെ എടുക്കുന്നതിനനുസരിച്ചിട്ട് പിന്നെ കുത്തി കുത്തി പോവാ. ഇതിന് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ പുതിയ പുതിയ പ്ലീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ വീതി ഒക്കെ കുറച്ചിട്ട് കൊണ്ടുപോവാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്തിട്ട് പിന്നെ കുത്തിയിട്ട് പോവാണ്. അപ്പൊ പ്ലീറ്റ്സ് ഒക്കെ എനിക്ക് നീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ സിൽക്ക് സാരി ഉടുക്കുമ്പോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു ലൈൻ കൊടുക്കാത്തടത്തോളം കാലം അതിങ്ങനെ പൊങ്ങിയിട്ട് തന്നെ നിൽക്കും. നന്നായിട്ട് ലൈൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നല്ല പതിഞ്ഞിട്ട് കിടക്കും. അപ്പൊ ഈ അയൺ ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു കാര്യം അതാണ്. അയൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈനിൽ നല്ല കറക്റ്റ് ആയിട്ട് നിൽക്കും. അത് ചെയ്യാത്തൊരു എന്താ സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ എപ്പോഴും ഈ കൈ കൊണ്ട് നമ്മൾ എപ്പോഴും ലൈൻ ഇട്ടിട്ട് എന്തായാലും വെക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ പൊങ്ങിക്കിടക്കും. അപ്പൊ ഞാൻ ഇവിടെ എന്താ ചെയ്യാമെന്ന് വെച്ചാല് പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം ഇവിടെയൊക്കെ നന്നായിട്ട് ലൈൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഈ മുന്താണീന്റെ ബാക്കിൽ ഇങ്ങനെ പിന്ന് കുത്തിവെക്കുന്നത് ഇഷ്ടമല്ല. അത് പറയുന്ന കുറച്ചൊരു ബോറാണ് കാണാൻ വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മൾ മുന്താണി ഇവിടെ ഈ ഷോൾഡറിൽ സെക്യൂർ ചെയ്തതിന് ശേഷം ഇവിടെ പിന്നെ വെച്ചിരിക്കാൻ പാടില്ല. പിന്നെ എപ്പോഴും അത് അഴിച്ചിട്ട് കളയാം. നമ്മൾ മുന്താണി എടുക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ പിന്നെ കുത്തി വെക്കാൻ പാടുള്ളൂ.
അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ലൈൻ ഇട്ട് കൊടുത്തിട്ട്, ലൈൻ എന്തിനാ ഇടുന്ന വെച്ചാല് അത് അതിന്റെ ആ ഒരു പ്ലീറ്റ്സ് കണക്കായിട്ട് ഇങ്ങനെ നിൽക്കാനാണ്. നമ്മളെ സേഫ്റ്റി പിന്നെ അഴിച്ചു കഴിഞ്ഞാലും ആ പ്ലീറ്റ്സ് അതുപോലെ തന്നെ ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ലൈൻ ഇട്ടിട്ട് ഈ പിന്ന് ലാസ്റ്റ് അഴിച്ചു കൊടുക്കും. അപ്പൊ പിന്നെ എപ്പോഴും നമ്മള് സാരി ഉടുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം ജസ്റ്റ് ലൈൻ ഇട്ടിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാല് ഷോൾഡറിൽ ഈ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഇവിടെ സെക്യൂർ ചെയ്യാൻ പോവാണ്. അപ്പൊ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ഷോൾഡറിൽ നമ്മുടെ മുന്താണി സെക്യൂർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ മുന്നിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് നമ്മൾ ഒരിക്കലും ഈ ഞാൻ നേരത്തെ ലൈൻ ഇടാൻ വേണ്ടി പറഞ്ഞല്ലോ. അപ്പൊ ആ ലൈൻ ഇടുന്നത് എപ്പോഴും നമ്മൾ ഇവിടുന്ന് സേഫ്റ്റി പിന്ന് എന്താ വെച്ച് പിൻ ചെയ്തതിന് ശേഷം ബാക്കിലോട്ടേക്കുള്ള പോർഷൻ മാത്രമേ ലൈൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ലൈൻ ഇടുകയാണെങ്കിൽ അത് നമ്മൾ ലാസ്റ്റ് സാരി ഉടുത്ത് വരുമ്പോ ഈ പ്ലീറ്റ്സ് ഒക്കെ കുറച്ചൊന്ന് വിടരും. അപ്പൊ ആ വിടരുന്ന സമയത്ത് ആ ലൈനൊക്കെ മാറിയിട്ടാണ് നിൽക്കുക. അപ്പൊ എപ്പോഴും സാരി ഉടുത്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഈ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇവിടെ ഫ്രണ്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഫ്രണ്ടിൽ നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അത് മെയിൻ ആയിട്ട് സാരി ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ മുന്താണി നമ്മൾ സെക്യൂർ ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പ്ലീറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ആ കറക്റ്റ് ലൈൻ വെച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഫ്രണ്ടിലത്തെ ഈ ഒരു സെക്ഷനാണ് നമ്മളിനി ഇതാണ് നമ്മളിനി സിൽക്ക് സാരി ഉടുക്കുമ്പോൾ നമ്മൾ ഷേപ്പിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒതുക്കിയിട്ട് ഉടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാല് ഇങ്ങനെ എടുത്തിട്ട് വരുമ്പോ ഇവിടെ നല്ല ടൈറ്റ് ആയിട്ട് എപ്പോഴും പിടിക്കുക. ഈ ഒരു ഭാഗമാണ് നമ്മുടെ ഷേപ്പ് അല്ലെ, നമ്മുടെ ആ ഒരു ഫിഷ് കട്ട് വരുന്നത് ഈ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ എപ്പോഴും നല്ല ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് വേണം ഇവിടെ ഒരു സേഫ്റ്റി പിന്നെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നമുക്ക് അതൊന്ന് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ സേഫ്റ്റി പിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് ഇങ്ങനെ നമ്മൾ ഇനി അടുത്ത പ്ലീറ്റ്സ് നമ്മൾ ഇങ്ങനെയാണല്ലോ എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആയിട്ടൊന്ന് വലിച്ചു പിടിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് നല്ല ഷേപ്പിൽ വരുന്ന സമയത്ത് ഇവിടെ കുറച്ച് ഞൊറിവുകൾ ഇങ്ങനെ കിട്ടും. അപ്പൊ ഇങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ നമുക്ക് എവിടെയാണോ ഞൊറിവ് കിട്ടുന്നത് ആ ഞൊറിവുകൾ ഇങ്ങനെ ഒരുമിച്ചിട്ട് നമ്മൾ പിടിക്കാം. ഇപ്പൊ എനിക്ക് ഇവിടെയാണ് ഞൊറിവ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പോർഷൻ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി പിടിക്കണം. മാറ്റി പിടിച്ചതിന് ശേഷം ഈ കിട്ടിയ ഈ ഞൊറിവ് ഞാനിവിടെ ഒരു സേഫ്റ്റി പിന്ന് കൊടുക്കുകയാണ്. ഇങ്ങനെ സേഫ്റ്റി പിന്ന് കൊടുത്തതിന് ശേഷമാണ് ഇനി ഞാൻ പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇനി പ്ലീറ്റ്സ് എടുക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ഒതുങ്ങിയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ ഇനി പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ സിൽക്ക് സാരി ഉടുക്കുമ്പോൾ എപ്പോഴും ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ പ്ലീറ്റ്സ് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുക. അത് എന്തുകൊണ്ടാ വെച്ചാല് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇപ്പൊ നോർമൽ ഷിഫോൺ സാരി ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല. സിൽക്ക് സാരി നമ്മൾ എടുക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ലാസ്റ്റ് പ്ലീറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇവിടെ കുറച്ച് ബാക്കിയായിട്ടൊക്കെ കിടക്കുമ്പോൾ ഭയങ്കര ബോറായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ഈ ഒരു റൈറ്റ് സൈഡിൽ നമ്മൾ എവിടെയാണോ ടക്ക് ചെയ്യുന്നത് അവിടുന്ന് നമ്മൾ ജസ്റ്റ് റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ചെയ്യാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യം ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഫസ്റ്റ് പ്ലീറ്റ് എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് നല്ല വീതിയിൽ തന്നെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ നോർമലി ഇങ്ങനെ എടുത്തിട്ട് വരുന്നത്. അപ്പൊ പ്ലീറ്റ്സ് ഞാനിക്ക് എടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പ്ലീറ്റ്സ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ എടുക്കുന്ന ഈ ഒരു വീതി ഉണ്ടല്ലോ, ഈ പ്ലീറ്റ്സിന്റെ വീതി എപ്പോഴും കുറച്ച് അധികമായിട്ട് തന്നെ എടുക്കുക. അല്ലെങ്കിൽ താഴേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പ്ലീറ്റ്സ് ഒക്കെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ നിന്നിട്ട് ബോറായിരിക്കും. അതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ബൾക്കി ആയിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ എടുക്കുമ്പോൾ കുറച്ചൊരു വീതി തന്നെ എടുക്കുക. എന്നിട്ട് ഇനി എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ ലാസ്റ്റ് നമ്മളിവിടെ ടക്ക് ചെയ്യേണ്ട ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടി ഈ മുന്താണിയല്ല നമ്മുടെ ഈ ഫ്രണ്ട് പ്ലീറ്റ്സിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊടുക്കുക. ഇവിടെ ബാക്കി പോർഷൻ വരാത്ത രീതിയിൽ ആക്കിയെടുക്കുക. എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇത് ഒരുപോലെ പിടിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പ്ലീറ്റ്സും ഒരേ ലെവലിൽ പിടിച്ചിട്ട് വേണം നമ്മൾ സേഫ്റ്റി പിന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്ലീറ്റ്സ് നമ്മളിവിടെ സേഫ്റ്റി പിന്ന് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ നോക്കേണ്ടത് താഴത്തെ ലെങ്ത് ആണ്. അപ്പൊ താഴേക്ക് ലെങ്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ താഴെ ഇങ്ങനെ പോയിട്ട് പതിയാനും പാടില്ല, ഒരുപാട് ഇങ്ങനെ മുകളിൽ പൊന്തി നിൽക്കാനും പാടില്ല. അപ്പം ഒരു ജസ്റ്റ് ഒന്ന് ഫ്ലോറിന് ടച്ച് ആവുന്ന രീതിയിൽ കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ഉള്ളിലേക്ക് പോകേണ്ട ആ ഒരു പോർഷൻ്റെ അടുത്ത് നമ്മൾ പ്ലീറ്റ്സ് ഒന്ന് ഇങ്ങനെ എടുത്ത് പിടിക്കുക. പിടിച്ചതിന് ശേഷം ഒരുപോലെ ആക്കിയിട്ട്
നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുക. കണ്ടോ, ഈ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് എടുത്തതിന്റെ ഒരു ഗുണം ഇതാണ്, ഇവിടെ ബാക്കിയായിട്ട് ഒരു പോർഷൻ നമുക്ക് കിട്ടില്ല, അതിന് കണക്കായിട്ട് നമുക്ക് എടുത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഇവിടെ ഞാൻ ടക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് ഈ ഫ്രണ്ട് പ്ലീറ്റ് ടക്കിങ് ചെയ്തതിന് ശേഷം ഇനി നമ്മളിവിടെ സേഫ്റ്റി പിൻ വെച്ച് സെക്യൂർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പിടിച്ചതിന് ശേഷം ഈ സൈഡിൽ നിന്ന് വരുന്ന ഈ ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ, ഇത് അടക്കാണ് ഇത് നമ്മളിങ്ങനെ താഴ്ന്നു പോകരുത്. ഇതിവിടെ ഒരുമിച്ചിട്ട് പിടിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇതിനി ഇവിടുന്ന് നമ്മളിനി എന്തൊക്കെ ഡാൻസ് കളിച്ചാലും ഇത് ഇവിടുന്ന് അനങ്ങില്ല. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴേക്കുള്ള പ്ലീറ്റ്സ് പിടിക്കലാണ്. അപ്പൊ നമ്മൾ ഇനി പ്ലീറ്റ്സ് ഓരോന്നായിട്ട് താഴേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ലൈന്, നമ്മൾ മുന്താണിയിൽ ലൈൻ ഇട്ട് കൊടുത്ത പോലെ തന്നെ നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇവിടുന്ന് തൊട്ടേ നമ്മളിങ്ങനെ ഇങ്ങനെ നഖം വെച്ചിട്ട് തന്നെ ഒന്ന് ലൈൻ ഇട്ട് കൊടുക്കുക. ഉണ്ടോ, ഇതിപ്പോ കറക്റ്റ് ആ ഇതിൽ നിൽക്കുന്നുണ്ടോ? അങ്ങനെ പിടിച്ച് ഇങ്ങനെ ലൈൻ ഇങ്ങനെ ഇട്ടിട്ട് പോവുക താഴേക്ക്. അതിനുശേഷം ഇങ്ങനെ താഴോട്ട് പിടിച്ചിട്ട് നമ്മൾ അത് മുകളിലേക്ക് പൊന്തിച്ച് പിടിക്കുക. ഇത് വേറൊരാളുടെ ഹെൽപ്പിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്കിതിങ്ങനെ പൊന്തിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ മുകളിലോട്ടേക്ക് കിട്ടും. അതിനനുസരിച്ച് നമ്മൾ പ്ലീറ്റ്സ് ഇങ്ങനെ പിടിച്ച് പോയാൽ മതി. ഏറ്റവും താഴെ ഈ ഒരു നമ്മുടെ ബോർഡറിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ലൈൻ ഇട്ട് കൊടുക്കേണ്ടത്. അവിടെ നിന്നാണ് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ അതൊക്കെ ഇവിടെ ഇങ്ങനെ നല്ല ഇതിൽ പിടിച്ചിട്ട്, പിന്നെ മോൾ ഭാഗം വിട്ടാലും കുഴപ്പമില്ല. എന്നിട്ടാണ് നമ്മളിങ്ങനെ ഇവിടെ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഫ്രണ്ട് പ്ലീറ്റും കൂടി നമ്മൾ ശരിയാക്കി കഴിഞ്ഞാൽ ഇനി നമ്മൾ നമ്മുടെ മുന്താണി കഴിഞ്ഞിട്ട് വരുന്ന ഈ പോർഷനിലേക്കാണ് വരേണ്ടത്. അപ്പൊ ഇത് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് എല്ലാടിക്കും ലൈൻ ഇട്ട് കൊടുക്കൽ തന്നെയാണ്. സിൽക്ക് സാരി ഉടുക്കുമ്പോൾ മെയിൻ ആയിട്ട് ആ ലൈൻ ഇട്ടിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരലാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ ഇവിടുന്ന് ഞാനിപ്പോ ഓരോ പ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പൊ നന്നായിട്ട് ആ ഒരു പ്ലീറ്റ്സിൽ തന്നെ നിന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ആ കറക്റ്റ് ആ ഒരു ലൈൻ വരും. ഇതൊക്കെ നമ്മുടെ ഈ സൈഡില് വയറിന്റെ ആ ഒരു സൈഡൊക്കെ കാണുന്നതൊക്കെ കവർ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ ലൈൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിട്ട്. ലൈൻ ഒരിക്കൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ലൈൻ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബോറായിരിക്കും അത് മാറ്റുന്ന സമയത്ത്. അപ്പോൾ കറക്റ്റ് നോക്കിയിട്ട് ലൈൻ ഇട്ട് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കട്ട് ഷേപ്പ് ഒക്കെ വേണമെന്നാണെങ്കിൽ അത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം. അല്ലാന്നാണെങ്കിൽ ഈ ഒരു എനിക്ക് ഈ ഒരു സ്ലോപ്പ് ഇത് തന്നെയാണ് ഇഷ്ടം. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല് ബാക്കിൽ നിന്ന് ഈ സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് ഇവിടെ ഒന്ന് പിന്ന് കൊടുക്കാണ്. നല്ല ടൈറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളെ സാരി. അപ്പൊ പ്ലീറ്റ്സിനൊക്കെ കറക്റ്റ് ലൈൻ ഇട്ടതിന് ശേഷം ഈ ഫ്രണ്ടിലത്തെ പ്ലീറ്റ് എത്ര സൈഡിലേക്കാണോ നമുക്ക് പോകേണ്ടത് ആ സൈഡിലേക്ക് പിടിച്ചിട്ട് ഇതിന്റെ ജസ്റ്റ് താഴെയുള്ള ആ ഒരു പ്ലീറ്റ് ഉണ്ടല്ലോ, ആ പ്ലീറ്റ് നമ്മുടെ ഇവിടെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ബ്ലൗസിനോട് നമ്മൾ ഇങ്ങനെ ഇവിടെ സെക്യൂർ ചെയ്യാണ്. അപ്പൊ ആ ഉള്ളിൽ നമ്മൾ സേഫ്റ്റി പിന്ന് കൊടുത്തതുകൊണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് എത്ര വലിച്ചാലും ഇത് ഇങ്ങോട്ടേക്ക് പോവില്ല. എപ്പോഴും നമ്മൾ ഈ മുന്താണി ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഈ വയറൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു രീതിയിലാണ് ആവാറ്. അപ്പൊ ഈ ഒരു പിന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്ലൗസിനോട് അവിടെ സെക്യൂർഡ് ആയിട്ട് നിൽക്കും. ഇത് ഇങ്ങോട്ടേക്ക് ഇനി എത്ര വലിച്ചാലും വരില്ല. അപ്പോൾ നമ്മുടെ മൊത്തം ഈ ഒരു സൈഡ് കവേർഡ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ സാരി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫൈനൽ ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ സിൽക്ക് സാരി എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടും നല്ല ഷേപ്പിൽ ഉടുക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ മുന്നത്തെ സാരി ഡ്രേപ്പിംഗ് ട്യൂട്ടോറിയലില് സ്റ്റാർട്ടിങ്ങിൽ വിട്ടുപോയ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പരാതി പറഞ്ഞവരൊക്കെ ആ ഒരു പരിഭവം മാറിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റാ.